എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. സെറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും എല്ലാവരും അല്ലെ. വളരെ കുറച്ച് ദിവസമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ ഒരു കുറച്ച് ദിവസം കൊണ്ട് ജനറൽ പേപ്പറും നമ്മുടെ മെയിൻ പേപ്പറും ഒരുമിച്ച് പഠിച്ച് മുന്നോട്ട് പോകണം അല്ലെ. ഇവിടെ ജനറൽ പേപ്പറിലെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കൂടുതലായിട്ടും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ സെറ്റ് പരീക്ഷയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നല്ലോണം പഠിക്കുക എന്നുള്ളത്. അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ഒരു സെറ്റ് പരീക്ഷയുടെ ഒരു പ്രത്യേകത നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പ്രാവശ്യവും ഏകദേശം ഒരേ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത്, ഒരേ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ നമ്മൾ ഒന്നുകൂടെ നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ ജനറൽ പേപ്പർ ആയാലും അതുപോലെ തന്നെ നമ്മുടെ സബ്ജക്ട് പേപ്പർ ആയാലും കൃത്യമായിട്ട് നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ഏകദേശം ഒരു 60 ദിവസം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യേണ്ട സമയമാണ്. കാരണം ഇനി വരുന്ന ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒരു ലീവ് വേക്കൻസിയിലോ അല്ലെങ്കിൽ ഒരു ഡെയിലി വേജിലോ ഒക്കെ കയറണമെങ്കിലും നമുക്ക് ഈ സെറ്റ് അത്യാവശ്യമാണ് അല്ലെ. ഇനിയിപ്പോ നിങ്ങൾ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവരാണ് എങ്കിൽ നമുക്ക് ഈ HSST അല്ലെങ്കിൽ NVHSC ഒക്കെ എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. NCA നോട്ടിഫിക്കേഷൻ ഒക്കെ എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പൊ നമ്മുടെ സബ്ജക്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ അപ്പോഴേക്കൊക്കെ നമ്മൾ സെറ്റ് ക്ലിയർ ചെയ്ത് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇവിടെയാണ് നമ്മൾ വളരെ ആക്റ്റീവായിട്ട് പഠിച്ചു തുടങ്ങേണ്ട സമയം. ഈ ഒരു സെറ്റ് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ ആ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പൊ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നോക്കാം നമുക്ക്. The paintings in the Ajanta and Ellora caves are indicative of the under the development of art. അതായത് അജന്ത, എല്ലോറ കേവ്സ് അല്ലെ. അപ്പൊ നമുക്ക് പെയിന്റിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമുക്ക് അവിടെ പഠിക്കാനുണ്ട്. ആർട്ടിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് പെയിന്റിങ്സ്. അപ്പോൾ മ്യൂറൽ പെയിന്റിങ്സ് പോലെയൊക്കെ നമ്മൾ ഈ കേവ് പെയിന്റിങ്സ് നമ്മൾ നോക്കണം. അപ്പൊ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അജന്ത, എല്ലോറ, എലിഫന്റ കേവ്സിലെയൊക്കെ പിക്ചേഴ്സ് ഒക്കെ. അപ്പൊ അവിടുത്തെ പെയിന്റിങ്സ് ഏത് രാജാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ആരുടെ, ഏത് രാജാവിന്റെ സമയത്താണ് ഉണ്ടായത്? ചാലുക്യാസ്, പാണ്ഡ്യാസ്, പല്ലവാസ്, രാഷ്ട്രകൂടാസ്. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ സി ആണ്, പല്ലവാസ് ആണ്. പല്ലവന്മാരുടെ സമയത്താണ്. അപ്പൊ ഏർലി കിങ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മള് പാഠപുസ്തകത്തിലൊക്കെ പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അവിടെ നമ്മൾ ആരെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്? ചാലുക്യന്മാരെ കുറിച്ചിട്ടും പാണ്ഡ്യന്മാരെ കുറിച്ചിട്ടും പല്ലവന്മാരെ കുറിച്ചിട്ടും രാഷ്ട്രകൂടന്മാരെ കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുണ്ട്. ഏത് കാലത്താണ് ആ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. അപ്പൊ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ഈ ഒരു ജനറൽ പേപ്പറിൽ പഠിച്ചില്ലെങ്കിലും ഇതുപോലെയുള്ള ഡൈനാസ്റ്റികളുടെ സമയത്ത് നിലനിന്നിരുന്ന ആർട്ട് ഫോമുകളെ കുറിച്ചിട്ട്, പെയിന്റിങ്സ് ആയിക്കോട്ടെ, ഡാൻസ് ഫോംസ് ആയിക്കോട്ടെ, അവർ ഇമ്പോർട്ടൻസ് കൊടുത്ത കാര്യങ്ങൾ. ശരിക്ക് ഈ ഒരു രാജാക്കന്മാരുടെ സമയത്ത് ആർക്കിടെക്ചർ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പായ സമയമാണ് അല്ലെ. അവരെ ഉണ്ടാക്കിയ ഒരുപാട് ഗോപുരങ്ങളൊക്കെ അന്നത്തെ ആ ഒരു ആർക്കിടെക്ചറിന്റെ അവര് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മെത്തേഡിനൊക്കെ വളരെ എക്സാമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ കൂടെ അവിടെ നോക്കിയിട്ട് പോണം രാജാക്കന്മാരുടെ. അപ്പൊ വലിയ വലിയ ക്ഷേത്രങ്ങള് ഏത് രാജാക്കന്മാരുടെ സമയത്താണ്, അത് ഏത് സംസ്ഥാനത്താണ് നിലനിൽക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കണം. അപ്പൊ ഇവിടെ ഏതാണ്? അജന്ത, എല്ലോറ ഒക്കെ പല്ലവന്മാരുടെ സമയത്താണ് ഡെവലപ്പ് ആയത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മോണുമെന്റ്സ് ആർ നോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര? മഹാരാഷ്ട്രയില് അല്ലാത്തത് ഏത് അല്ലെ? നോട്ട് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ അല്ലാത്തത് അജന്ത കേവ്സ്, ബീബി-കാ മക്ബറ, ചിത്തോർഗഡ് ഫോർട്ട്, ബോറ കേവ്സ്. ഇതില് മഹാരാഷ്ട്രയിൽ അല്ലാത്തത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രധാനപ്പെട്ട നിർമ്മിതികള് അത് ഏതൊക്കെ സംസ്ഥാനത്താണ്, ആരൊക്കെയാണ് നിർമ്മിച്ചത്, ഈ രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 3ഉം 4ഉമാണ്. 3ഉം 4ഉം ചിത്തോർഗഡ് ഫോർട്ടും ബോറ കേവ്സും എവിടെയല്ല? മഹാരാഷ്ട്രയിലല്ല. അപ്പൊ മഹാരാഷ്ട്രയിലാണ്. നമുക്കറിയാം അജന്ത എല്ലോറയൊക്കെ മഹാരാഷ്ട്ര അല്ലെ. ബീബി-കാ മക്ബറ ഇതെല്ലാം
മഹാരാഷ്ട്രയിലാണ്. എന്നാൽ അല്ലാത്തത് ചിത്തോർഗഡ് ഫോർട്ടും ബോറ കേവ്സുമാണ്. അപ്പൊ ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ രീതിയിൽ ഈ എന്താ പറയാ ചോദിക്കുന്ന രീതിയിൽ ഇതുപോലെയുള്ള മോണ്യുമെന്റ്സ് ഒക്കെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് നോക്കാം. The first Indian city to be named as City of Literature by the UNESCO Creative City Network. യുനെസ്കോയുടെ ക്രിയേറ്റീവ് സിറ്റി നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് സിറ്റി ഓഫ് ലിറ്ററേച്ചർ, സാഹിത്യ നഗരം എന്ന് ടൈറ്റിൽ കിട്ടിയ അല്ലെങ്കിൽ ആ ഒരു പേര് ലഭിച്ച ഇന്ത്യൻ നഗരം ഏതാണ്? വാരണാസി, കൊൽക്കത്ത, കോഴിക്കോട്, ന്യൂഡൽഹി. ഏതാണ്? വളരെ നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം അല്ലെ, നമ്മുടെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയ്ക്കാണ് അങ്ങനെ ഒരു അംഗീകാരം ലഭിച്ചത്. സിറ്റി ഓഫ് ലിറ്ററേച്ചർ, സിറ്റി ഓഫ് ലിറ്ററേച്ചർ എന്നറിയപ്പെടുന്നത് കോഴിക്കോട് നഗരമാണ്, സാഹിത്യ നഗരം എന്ന് അറിയപ്പെടുന്നത്. അടുത്തത് നോക്കൂ. Which of the following is not included in UNESCO World Heritage Sites in India? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അതില് ഇന്ത്യയിൽ നിന്നുള്ള മോണ്യുമെന്റ്സും അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുള്ളവയെല്ലാം തന്നെ നമ്മൾ പഠിക്കണം അല്ലെ. അപ്പൊ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റില് റീസെന്റ് ആയിട്ട് ഏതൊക്കെയാണോ ഉൾപ്പെട്ടിട്ടുള്ളത് നോക്കുക. അതിനോടൊപ്പം തന്നെ തന്നിരിക്കുന്നതില് ഏതാണ് ഉൾപ്പെടാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചത്. വെസ്റ്റേൺ ഘട്ട് നമുക്കറിയാം, ഓൾറെഡി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റില് ഉള്ളതാണ്. മോണ്യുമെന്റ്സ് അറ്റ് മഹാബലിപുരം, മഹാബലിപുരത്തെ മോണ്യുമെന്റ്സ്. ജൂസ് സിനഗോഗ് മട്ടാഞ്ചേരി, മട്ടാഞ്ചേരിയിലെ സിനഗോഗ്. ഛത്രപതി ശിവജി ടെർമിനസ്. ഇതിലെ ഏതാണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇത് ക്യൂലാണ്. അടുത്ത തന്നെ ഇപ്പൊ വേണമെങ്കിലും അതിനെ ആഡ് ചെയ്യാം. അപ്പൊ അതിന് ചാൻസ് ലിസ്റ്റ് ഉണ്ടല്ലോ, അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒന്നാണ് നമ്മുടെ മട്ടാഞ്ചേരിയിലുള്ള ജൂ സിനഗോഗ്. അത് ഇപ്പൊ ഇനി ചിലപ്പോൾ അടുത്ത ലിസ്റ്റിലോ അടുത്തതൊക്കെ പ്രഖ്യാപിക്കില്ലേ, ആ സമയത്തൊക്കെ വരാം. അതിന്റെ ആ ഒരു ചാൻസ് ലിസ്റ്റിൽ കിടക്കുന്ന സ്ഥലമാണ് മട്ടാഞ്ചേരിയിലെ ജൂ സിനഗോഗ് എന്ന് പറയുന്നത്. ബാക്കി മഹാബലിപുരത്തെയും മോണ്യുമെന്റ്സും അതുപോലെ ഛത്രപതി ശിവജി ടെർമിനസ് ഒക്കെ ബോംബെയിലുള്ളത്, ഇതെല്ലാം എന്താണ് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റില് ഇൻക്ലൂഡഡ് ആണ്. അടുത്തത് നോക്കൂ. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 വി ദ പീപ്പിൾ, ദ ഗ്ലാസ് പാലസ്, വിങ്സ് ഓഫ് ഫയർ, മിഡ് നൈറ്റ് ചിൽഡ്രൻ. 2 അതിന്റെയൊക്കെ കുറെ പുസ്തകങ്ങളാണ് തന്നിരിക്കുന്നത്. 2 അമിതാവ് ഘോഷ്, APJ അബ്ദുൽ കലാം, സൽമാൻ റുഷ്ദി, നാനി പാൽക്കിവാല. ഇപ്പൊ ഏതാണ് ഉത്തരം? ഇവിടെ നമുക്ക് അറിയാവുന്നത് വെച്ച് നമുക്ക് ആദ്യം മാച്ച് ചെയ്ത് തുടങ്ങാം. വിങ്സ് ഓഫ് ഫയർ APJ അബ്ദുൽ കലാം ആണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. വിങ്സ് ഓഫ് ഫയർ അബ്ദുൽ കലാമിന്റേതാണ്. പിന്നെ ഏതാ നിങ്ങൾക്കറിയാം? അപ്പൊ നമുക്ക് നോക്കാം ഓപ്ഷനിലേക്ക്. C2 വരുന്ന ഓപ്ഷൻ മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലെ. A മാത്രമാണ് അല്ലാത്തത് അല്ലെ. A മാത്രം അല്ല, ബാക്കി 3 എണ്ണത്തിലും C2 ആണ് കിടക്കുന്നത് അല്ലെ. ഇനി നമുക്ക് നോക്കാം. വി ദ പീപ്പിൾ, വി ദ പീപ്പിൾ എന്ന് പറയുന്നത് ആരുടെയാണ്? നാനി പാൽക്കിവാലയുടെയാണ്. ഓപ്ഷൻ അതായത് A4 ആണ് വരുന്നത്. A4 വരുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഇതും അല്ല. ദെൻ അടുത്തത് ഏതാണ്? ദ ഗ്ലാസ് പാലസ്. ഗ്ലാസ് പാലസ് ആരുടെയാണ്? ഗ്ലാസ് പാലസ് ഓപ്ഷൻ 1 ആണ്, അമിതാവ് ഘോഷ്. ഗ്ലാസ് പാലസ് അമിതാവ് ഘോഷിന്റേതാണ്. അപ്പൊ ഇവിടെ ഉത്തരം ഓപ്ഷൻ സി ആണ്. A4, B1, C2, D3. D3 എന്ന് പറയുമ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ, സൽമാൻ റുഷ്ദി. ഇത് ചിലപ്പോൾ കുറേം കൂടി പേർക്ക് അറിയുന്നുണ്ടാവും അല്ലെ, D3 ആണ് എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. D3, C2 ഇതറിയുന്നവർക്കാണ് എങ്കിൽ C2, D3 ആണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. ഇതൊക്കെ സൽമാൻ റുഷ്ദിയൊക്കെ ചിലപ്പോൾ മിഡ് നൈറ്റ് ചിൽഡ്രൻ ഒക്കെ ചിലപ്പോൾ ധാരാളം ആൾക്കാർ കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പൊ അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താം. അപ്പൊ ഇങ്ങനത്തെ മാച്ച് ദ ഫോളോയിങ് ആണ് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം മാച്ച് ചെയ്യാം, എന്നിട്ട് അത് വെച്ചിട്ട് ഓപ്ഷനിൽ നിന്ന്
മാറാൻ പറ്റുമോ നോക്കാം. ഏതൊക്കെയാണ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുക എന്നുള്ള കാര്യം നോക്കാം. അപ്പൊ ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം. പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഈ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ പുസ്തകങ്ങൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം. അടുത്തത് മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. അതായത് ആർട്ടിസ്റ്റും അവരുടെ ഇൻസ്ട്രുമെന്റ്സും ആണ് തന്നിരിക്കുന്നത്. വിശ്വമോഹൻ ഭട്ട്, ഷാഹിദ് പർവേസ്, സക്കീർ ഹുസൈൻ, വിക്കു വിനായകറാം. ഇതാണ് കുറച്ച് പേര് ഇവിടെ തന്നിരിക്കുന്നത്. ലിസ്റ്റ് 2 ഇൻസ്ട്രുമെന്റ്സ് ആണ് ഘടം, മോഹനവീണ, സിത്താർ, തബല. ഏതാണ് ഇത്? നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ കണ്ടെത്താം. നോക്കിയേ, ഇവിടെ A2 B3 C4 D1 എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. വിശ്വമോഹൻ ഭട്ട് ഏതാണ്? A2 എന്നാണ് പറഞ്ഞത്. മോഹനവീണ. നമുക്ക് അറിയാവുന്നത് ഏതാ? ഇവിടെ സക്കീർ ഹുസൈൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അല്ലെ? സക്കീർ ഹുസൈൻ ഏതാണ്? തബലയാണ്. അപ്പൊ C4 സക്കീർ ഹുസൈൻ തബലയാണ്. അറിയേണ്ടത് വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയേ. C4 വരുന്നത്, C4 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ തന്നെ ഉത്തരത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ആകെ അറിഞ്ഞാലും മതി. ഓക്കെ, സക്കീർ ഹുസൈൻ തബലയാണെന്ന് ഒരുവിധം നമ്മളൊക്കെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള ആളാണ്. അതുപോലെ ദെൻ അത് ആ ഒരെണ്ണം ഉത്തരം കിട്ടിയാൽ മതി. C4 വെച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റും. ഇനി വിക്കു വിനായകറാം, അത് ഘടവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. വിക്കു വിനായകറാം ഘടമാണ്. വിശ്വമോഹൻ ഭട്ട് മോഹനവീണ, ഷാഹിദ് പർവേസ് സിത്താർ, സക്കീർ ഹുസൈൻ തബല. മനസ്സിലായോ? അപ്പൊ പ്രശസ്തരായിട്ടുള്ള ഇതുപോലെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുന്ന ആൾക്കാരുടെ പേരും നോക്കി വെക്കണം. ഇവിടെ ഏതെങ്കിലും ഒന്നും നമുക്ക് അറിയുന്നത്, നമ്മൾ ധാരാളം കേട്ട് പരിചയമുള്ളത് എന്തായാലും ഉണ്ടാവും. റിപ്പീറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഈ സക്കീർ ഹുസൈനൊക്കെ പല പ്രാവശ്യം സെറ്റ് പരീക്ഷയ്ക്ക് തന്നെ ഇതുപോലെയുള്ള മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് അറിയാവുന്ന 1-2 എണ്ണം ഏതിലുണ്ടാവും? ഈ മാച്ച് ദ ഫോളോയിങ്ങിൽ ഉണ്ടാകും. അപ്പൊ അത് വെച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും. അടുത്തത് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. ഒന്ന് നോക്കി. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് പെർഫോമിംഗ് ആർട്സ് ഓഫ് കേരളാസ് ഇൻകറക്റ്റ്? കേരളത്തിലെ പെർഫോമിംഗ് ആർട്സുമായിട്ട് ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്. പടയണി ഈസ് പെർഫോംഡ് ഇൻ ഓണർ ഓഫ് ഭദ്രകാളി. അല്ലെ? തെക്കൻ കേരളത്തില് ഉള്ള ഒരു കലാരൂപമാണ് പടയണി എന്ന് പറയുന്നത്. തെയ്യം പോലെയൊക്കെ തന്നെയുള്ള ഏത് ക്ഷേത്രങ്ങളില്? ഭദ്രകാളി ക്ഷേത്രങ്ങളില്, ദേവീ ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് പടയണി എന്ന് പറയുന്നത്. ക്ഷേത്രത്തിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് അത്. ക്ഷേത്രത്തിലെ ദേവീ ക്ഷേത്രങ്ങളിലാണ് അനുഷ്ഠിക്കുന്നത്. അപ്പൊ അത് ശരിയാണ്. കുമ്മാട്ടിക്കളി falls into the category of non-ritualistic magical art form of Kerala. non-ritualistic അല്ല അല്ലെ? ഇത് വടക്കൻ മലബാറിലെ പല ഭാഗങ്ങളിലും ആചാരപരമായിട്ട് തന്നെ അനുഷ്ഠിക്കുന്ന ഒരു കലാരൂപമാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മധ്യ കേരളത്തിലെ തൃശ്ശൂർ പോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഓണത്തിന്റെ സമയത്തും ഇതുപോലെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ദേഹത്തെല്ലാം പുല്ലുപോലെയുള്ള ഇതൊക്കെ വസ്ത്രത്തിന് ആയിട്ട് അപ്പൊ അങ്ങനെ അവതരിപ്പിക്കുന്ന ഒന്നാണ് കുമ്മാട്ടിക്കളി എന്ന് പറയുന്നത്. പല രൂപത്തിലുള്ള മാസ്കുകൾ ഉപയോഗിച്ചുകൊണ്ട്, മുഖം മൂടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് അവതരിപ്പിക്കുന്നത്. ഇത് ഒരിക്കലും നോൺ റിച്വലിസ്റ്റിക് ആയിട്ടുള്ളതല്ല, റിച്വലിസ്റ്റിക് ആയിട്ടുള്ള മാജിക്കൽ ആർട്ട് ഫോം ആണ്. ഓക്കെ, അപ്പോ അത് തെറ്റാണ്. നോൺ റിച്വലിസ്റ്റിക് അല്ല, റിച്വലിസ്റ്റിക് ആണ്. ദെൻ മോഹിനിയാട്ടം ട്രേസസ് ഇറ്റ്സ് റിപ്പർട്ടോയർ ടു ദ ഫൗണ്ടേഷണൽ ടെക്സ്റ്റ് നാട്യശാസ്ത്ര. അതായത് മോഹിനിയാട്ടം എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? നാട്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവതരിപ്പിക്കുന്നത് എന്നാണ് പറയുന്നത് അല്ലെ? നാട്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് മോഹിനിയാട്ടം, ഭരതനാട്യം, അതുപോലെ അങ്ങനെയുള്ള പല ആർട്ട് ഫോമുകളും അവതരിപ്പിക്കുന്നത്. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്.
The Miravu is the most prominent of the musical instruments used in കൂടിയാട്ടം. കൂടിയാട്ടം അല്ലെ, അതും ഒരു ക്ഷേത്രകലയാണ്, ടെമ്പിൾ പെർഫോമിംഗ് ആർട്ടാണ്. ക്ഷേത്രങ്ങളിൽ അവതരിപ്പിക്കുന്ന, രാത്രികാലങ്ങളിൽ സാധാരണയായിട്ട് കൂത്തമ്പലങ്ങളിൽ അവതരിപ്പിക്കുന്ന ഒരു സാൻസ്ക്രിറ്റ് ഡ്രാമയാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. അതും യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്. കൂടിയാട്ടം മാത്രമല്ല, മുടിയേറ്റും അല്ലെ, ഇതൊക്കെ മുടിയേറ്റും ഒരു തരം അനുഷ്ഠാന കലയാണ്. ദേവീക്ഷേത്രങ്ങളിലെ അവതരിപ്പിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് മുടിയേറ്റ്. അപ്പൊ കൂടിയാട്ടവും മുടിയേറ്റും പ്രാധാന്യമുണ്ട്, അത് ഓർത്തു വയ്ക്കുക. ഇനി കൂടിയാട്ടത്തിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് മിഴാവ് എന്ന് പറയുന്നത്. മിഴാവാണ്, മിഴാവ് ഉപയോഗിച്ചിട്ടാണ് കൂടിയാട്ടം അവതരിപ്പിക്കുക. അപ്പൊ കൂടിയാട്ടം എന്ന് പറയുന്നത് എന്താണ്? ഒരു സംസ്കൃത നാടകമാണ്. സംസ്കൃത നാടകമാണ്. കഥകളി വേറൊരു രീതിയിൽ അവതരിപ്പിക്കുന്നു, പക്ഷെ കൂടിയാട്ടം കൂടുതലും കോൺവെർസേഷൻ ഒക്കെ വരുന്നത് സംസ്കൃതത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഏതാണ് തെറ്റായിട്ടുള്ളത്? ഇൻകറക്റ്റ്, കുമ്മാട്ടിക്കളി അല്ലെ, റിച്വലിസ്റ്റിക് അല്ല എന്നാണ് ഇവിടെ പറഞ്ഞത്. ആണ്, ശരിക്ക് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇതെല്ലാം റീസെന്റ് ആയിട്ട് കഴിഞ്ഞ 2024 2 പരീക്ഷ കഴിഞ്ഞല്ലോ, അതിനും അതുപോലെ 2023 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇവയെല്ലാം തന്നെ. അപ്പോൾ ഇതേ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഇനിയും പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ളത്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് ഈസ് എ കുക്ക് ബുക്ക് കണ്ടെയ്നിങ് എ കളക്ഷൻ ഓഫ് റെസിപ്പീസ് ഓതേർഡ് ബൈ ആൻ ഇന്ത്യൻ നോബൽ ലിറ്ററേറ്റ്. അതായത് ഇന്ത്യയിൽ നിന്ന് നോബൽ പ്രൈസ് ലഭിച്ച ഒരാളുടെ റെസിപ്പി ബുക്കാണ് കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ്. അത് ആരുടെയാണ് എന്നാണ്. എക്കണോമിക്സില് നൊബേൽ കിട്ടിയ അഭിജിത്ത് ബാനർജിയുടെ പുസ്തകമാണ് കുക്കിംഗ് ടു സേവ് യുവർ ലൈഫ് എന്ന് പറയുന്ന റെസിപ്പി ബുക്ക്. മനസ്സിലായോ? അപ്പൊ ഇതില് നോബൽ ലഭിച്ച ആളെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് നോബൽ ലഭിച്ച ആൾക്കാരാണ് അല്ലെ? രവീന്ദ്രനാഥ ടാഗോർ, അമർത്യ സെൻ, അഭിജിത്ത് ബാനർജി, CV രാമൻ. ഇപ്പൊ അമർത്യ സെൻ ആയാലും അഭിജിത്ത് ബാനർജി ആയാലും എക്കണോമിക്സിൽ ലഭിച്ച ആൾക്കാരാണ്. ഇന്ത്യൻ വംശജനായിട്ടാണ് കേട്ടോ. അഭിജിത്ത് ബാനർജി ഒക്കെ ഇന്ത്യൻ വംശജനാണ്. രവീന്ദ്രനാഥ ടാഗോർ ലിറ്ററേച്ചർ ആണ്. CV രാമൻ അല്ലെ, ഫിസിക്സുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ്. അപ്പോ അവരുടെ നൊബേൽ ലഭിച്ച ഒരാളുടെ റെസിപ്പിയാണ് അത്. അഭിജിത്ത് ബാനർജി എന്ന് പറയുന്ന വ്യക്തിയുടെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ധാരാളമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം പാറ്റേൺ കിട്ടും എങ്ങനെയാണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ചും കൂടെ അധിക കാര്യങ്ങൾ നമ്മൾ നോക്കണം. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാവും? പാറ്റേൺ എന്താണെന്നും ഈ ഏതൊക്കെ ഭാഗങ്ങളാണ് പഠിക്കേണ്ടത് എന്നും മനസ്സിലാവും. പക്ഷെ ആ ഭാഗങ്ങളിൽ നിന്ന് എത്രത്തോളം ഡെപ്തിൽ പഠിക്കണം, എങ്ങനെയാണ് ആ ഭാഗങ്ങളെ പഠിച്ചെടുക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അല്ലെ? അപ്പൊ അതിനായി അങ്ങനെയുള്ള സംശയമുള്ളവർക്കൊക്കെ ആയിട്ടാണ് നമ്മളൊരു 60 ദിവസത്തെ ക്രാഷ് ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് നിങ്ങളുടെ സബ്ജക്ട് പേപ്പറും ജനറൽ പേപ്പറും ഈക്വൽ ഇമ്പോർട്ടൻസോടുകൂടി പഠിച്ചു മുന്നോട്ട് പോകാം. അപ്പൊ നമുക്ക് ജനറൽ പേപ്പറിൽ അറിയാം, നമുക്ക് 120 മാർക്കില് 60 മാർക്കോളം വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, മെത്തഡോളജി, ഫിലോസഫി അങ്ങനെയുള്ള ഭാഗങ്ങളാണ്. അത് നിങ്ങൾ BEdന് പഠിച്ച ഭാഗമാണ്. പക്ഷെ ബാക്കിയുള്ള ഭാഗം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ? അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ വരും, ഹിസ്റ്ററി വരും, ആർട്ട്, ലിറ്ററേച്ചർ, IT, സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, ഇങ്ങനെയുള്ള എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് 60 മാർക്ക് കിടക്കുന്നത്. അവിടെ നമുക്ക് മാക്സിമം മാർക്ക് വാങ്ങാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ എന്താണ്, നമുക്ക് ജനറൽ പേപ്പർ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ മാത്സ് ഒക്കെ അധികം മാർക്കിന് ചോദിക്കില്ലെങ്കിലും ഉള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. സ്ഥിരമായി ചോദിക്കുന്ന കുറെ പാറ്റേണുകൾ ഉണ്ട്. ചില പ്രോബ്ലംസ്, ഏജ് റിലേറ്റഡ് പ്രോബ്ലംസ്, റേഷ്യൻ പ്രൊപ്പോർഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ അങ്ങനത്തെ ഭാഗങ്ങളെ മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലാണ് 60 ദിവസത്തെ ക്രാഷ് ബാച്ച് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ വർക്കിംഗ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ചിലരൊക്കെ വേറെ ഏതെങ്കിലും സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നിങ്ങളുടെ ബാക്കിയുള്ള സമയം, വർക്കിംഗ് ടൈം കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള സമയം എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നമുക്ക് ഈ ഒരു സെറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം.
അതുപോലെ സെറ്റ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും ഈ ഒരു ചാനൽ വഴിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പൊ അതുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്